സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പരമേശ്വരൻ പറയണേ, മോളെ പാചകം ഒറ്റക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു വീഡിയോ ഉണ്ടായിരുന്നു. എന്നാൽ മോൾ എന്നെ ശരിക്കും ഞെട്ടിച്ചിളഞ്ഞു. അവസാനത്തെ ആ ഹൽവയും കൂടി ആയപ്പോൾ വയറ് പൂർണ്ണമായി നിറഞ്ഞു കഴിഞ്ഞു. അത്രയ്ക്ക് രുചിയുണ്ട് എല്ലാത്തിനും. ഈ സമയം സൂര്യൻ പറയണേ, അതെ, ഇതുണ്ടാക്കിയ പ്രിയങ്കയ്ക്ക് ഏട്ടൻ്റെ വക ഒരു പ്രത്യേക സമ്മാനവും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും രാധിക ഉണ്ടാക്കിയ ഭക്ഷണത്തെ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ രാധികയ്ക്ക് ഒത്തിരി സന്തോഷം വന്നുണ്ട്. ഈ സമയം പ്രിയങ്ക പറയണേ, എല്ലാവരുടെയും നല്ല നല്ല വാക്കുകളൊക്കെ കേട്ട് എൻ്റെ മനസ്സ് നിറഞ്ഞു. പക്ഷേ ഒരാളുടെ മാത്രം വാക്കുകൾ ഇതുവരെ കേൾക്കാൻ പറ്റിയില്ല. അത് ഞാൻ ഏറ്റവും കേൾക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതാ. വരുണിൻ്റെ അഭിപ്രായം. വരുൺ എങ്ങനെയുണ്ട്? ഇഷ്ടമായോ ഇതെല്ലാം? അന്നേരം വരുൺ പറയണേ, എനിക്കൊരുപാട് ഇഷ്ടമായി. ഈ ഭക്ഷണം ഉണ്ടാക്കിയ ആൾ എന്താണെങ്കിലും പാചകകലയിലെ റാണി തന്നെയാണ്. അത് കേൾക്കുമ്പോൾ രാധികയ്ക്ക് വല്ലാണ്ട് സന്തോഷമാകുവാണ്. ഈ സമയം കൈ കഴുകാനായിട്ട് ഗൗതം പുറത്തേക്ക് വരുന്നത് കാണുവാണ്ട് രാധിക. അങ്ങനെ രാധിക അവിടെ നിന്ന് കുറച്ച് മാറി നിൽക്കുവാണ്. പിന്നാലെ തന്നെ കൽപ്പനയും വരുന്നുണ്ട്. ഗൗതം ചോദിക്കണേ, എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു? ആ ഭക്ഷണമല്ല ഞാൻ കുഴിച്ചു മൂടിയതല്ലേ, പിന്നെ എവിടുന്ന ഇവൾ ഈ ഭക്ഷണം എടുത്തുകൊണ്ട് വന്നത്? നീ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണോ? നീ ആ ഭക്ഷണം കുഴിച്ചു മൂടിയത് ഉള്ളതാണോ എന്ന് കൽപ്പന ചോദിക്കുമ്പോൾ ഗൗതം പറയണേ, ഞാനിനി എന്താ കുഴി മാറ്റിയത് കാണിച്ചു തന്നോ? അന്നേരം കൽപ്പന പറയണേ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, ആരും ഇവിടെ എത്തിയിട്ടുണ്ട്. നീ എന്താണെങ്കിലും കൈ കഴുകി കഴിഞ്ഞെങ്കിൽ പുറത്തേക്കൊന്ന് ചെന്ന് നോക്ക്, ഞാനും നോക്കാം. അങ്ങനെ പറഞ്ഞ് കൽപ്പന പുറത്തേക്ക് ഇറങ്ങി അവിടെ എല്ലാം പരിശോധിക്കുകയാണ്. അവിടെ പുറത്തൊക്കെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നറിയാനായിട്ട് കൽപ്പന വീടിന് ചുറ്റും നോക്കുവാണ് കേട്ടോ. ഈ സമയം ഗൗതമും പുറത്തെത്തി വീടിൻ്റെ ചുറ്റും പരിസരമൊക്കെ നോക്കുവാണ്. പ്രിയങ്ക ആകട്ടെ ഈ സമയം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാത്രങ്ങളെല്ലാം കവറിലാക്കി അത് രാധികയുടെ കൈ കൊടുത്തു വിടുക. അന്നേരം രാധിക ചോദിക്കണേ, മോളെ ഭക്ഷണം എല്ലാവർക്കും ഇഷ്ടമായോ? അതൊക്കെ ചോദിക്കാനുള്ള സമയമാണോ ഇപ്പോൾ? ചേച്ചി വേഗം പോകാൻ നോക്കിയേ. ആരുടെ കണ്ണി പെടാൻ പാടില്ല, വേഗം ചെല്ലും. അങ്ങനെ പറഞ്ഞ പ്രിയങ്ക അകത്തേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം രാധിക പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴായിരിക്കും കേട്ടോ കൽപ്പനയെ കാണുന്നത്. അങ്ങനെ കൽപ്പനയെ കാണുമ്പോൾ തന്നെ രാധിക അവിടെ നിന്ന് ഓടി ഗാർഡൻ്റെ ചെടികൾക്കിടയിൽ ഒളിച്ചിരിക്കുകയാണ്. ഈ സമയം കൽപ്പനക്ക് ആരും അതുവഴി ഓടിപ്പോകുന്നത് പോലെ തോന്നുവാണ് കേട്ടോ. അങ്ങനെ കൽപ്പന ഗാർഡൻ്റെ അവിടെയെല്ലാം വന്ന് നല്ലപോലെ നോക്കുവാണ്. എന്നാൽ രാധികയെ കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഈ സമയം ഉർവശി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ മോളെ, എന്താ ആരെങ്കിലും കണ്ടോ? ഇവിടെയൊന്നും ആരുമില്ല. ഈ സമയം ഉർവശി വരണേ, എന്താണെങ്കിലും അവളെ സമ്മതിക്കണം. നമ്മളവനെ അവളെ കൂടുതൽ സൂക്ഷിക്കണം. ഈ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ അവൾ ഇവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വന്നില്ലേ? അങ്ങനെ നമ്മുടെ ഈ പ്ലാനും അവൾ പൊളിച്ചെടുക്കിയില്ലേ? എല്ലാവർക്കും മുമ്പിൽ ഇപ്പോൾ അവൾക്ക് നല്ല പേരാണ്. അന്നേരം കൽപ്പന പറയണേ, ഉറപ്പാ, ഒരു കാര്യം ഉറപ്പാ, അവളെ സഹായിക്കാനായിട്ട് ആരും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും പുറത്തില്ല. നീ അകത്തെവിടെയെങ്കിലും ഒളിപ്പിച്ച് നിർത്തിയിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇളയമ്മവാ, നമുക്ക് അകത്ത് പോയി നോക്കാം. അങ്ങനെ അവർ അകത്തേക്ക് പോകുവാണ്. ഈ സമയം രാധിക പയ്യെ അവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴായിരിക്കും കേട്ടോ ഗേറ്റിൻ്റെ ആ ഭാഗത്തൊക്കെ ആയിട്ട് ഗൗതം നിൽക്കുന്നത് കാണുന്നത്. അങ്ങനെ ഗൗതത്തിൻ്റെ കണ്ണിപ്പെടാതെ രാധികയോടെ മറഞ്ഞു നിൽക്കുക. അവിടെ എല്ലാം നോക്കിയിട്ടും ആരെയും കാണാതായപ്പോൾ ഗൗതം അകത്തേക്ക് പോകുവാണ് കേട്ടോ. ഈ ഒരു സമയത്ത് രാധിക വേഗം തന്നെ പുറത്തേക്ക് പോകുമായിരിക്കും. എന്നാൽ ഈ സമയം വരൻ അവിടെ ഫോണിൽ ആരെയോ വിളിക്കാനായിട്ട് ഫോണും എടുത്ത് നിൽക്കുന്നുണ്ടാവും. അങ്ങനെ പെട്ടെന്ന് പുറത്തേക്കൊരു പെൺകുട്ടി ഓടിപ്പോകുന്നത് കാണുക. അത് കാണുമ്പോൾ തന്നെ രാധികയാണെന്ന് വരൻ്റെ മനസ്സിലാകുക. എടോ നിൽക്കടോ, നിൽക്കവിടെ എന്ന് പറയുമ്പോൾ രാധിക തിരിഞ്ഞു നോക്കുന്നുണ്ട്. അങ്ങനെ രാധികയെ വ്യക്തമായിട്ട് തന്നെ വരൻ കാണുവാണ് കേട്ടോ. രാധികയുടെ പിന്നാലെ തന്നെ വരൻ ഓടുവാണ്. കുറേ ദൂരം രാധികയുടെ പിന്നാലെ തന്നെ വരൻ ഓടുന്നുണ്ട്. ഈ സമയം രാധിക ഒരു സ്ഥലത്ത് മറഞ്ഞു വന്നിരിക്കുകയാണ്. അങ്ങനെ ഓടി വന്ന വരൻ അവിടെ ചുറ്റും നോക്കിയിട്ടും രാധികയെ കാണുന്നില്ല കേട്ടോ. ഈ സമയം വരൻ പറയണേ, ഈ കാണുന്നത് പോലും ഇയാൾക്ക് ഇത്രയൊക്കെ ഭയമാണെങ്കിൽ പിന്നെ എന്തിനാ ഇയാൾ എൻ്റെ വീട്ടിലേക്ക് വന്നത്? എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാ, ഞാൻ അയാളെ ഇഷ്ടപ്പെടുന്നത് പോലെ അയാളും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടല്ലേ എൻ്റെ പിറന്നാൾ ദിവസം തന്നെ അയാൾ വീട്ടിൽ വന്നത്. പിറന്നാൾ ദിവസത്തിൽ ഇതിലും വലിയ ആശംസ എനിക്കിനി കിട്ടാനില്ല. അങ്ങനെ പറഞ്ഞ സന്തോഷത്തോടെ വരൻ തിരികെ പോകുവാണ്. ഈ സമയം രാധിക അവിടെ നിന്ന് എണീറ്റ് റോഡിലൂടെ വേഗം തന്നെ ഓടിപ്പോകുവാണ്ടോ. വരണങ്ങാനും ഇനി പിന്നാലെ ഉണ്ടോ എന്ന ടെൻഷനിൽ രാധിക തിരിഞ്ഞ് ഓടി വരുമ്പോഴേക്കും ഒരു വണ്ടിയുടെ മുമ്പിൽ ചെന്ന് പെടുക. അങ്ങനെ രാധിക സോറി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്തായിരിക്കും വണ്ടിയിൽ നിന്നും ജീവ ഇറങ്ങി വരുന്നത്. രാധിക, എന്തു പറ്റി? താനെന്താ ആരോ പേടിച്ച് ഓടി വരുന്ന പോലെ തോന്നിയല്ലോ. താൻ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നോ? ഒന്നുമില്ല. ഞാൻ ടെൻഷനാവാതെ എന്തുണ്ടെങ്കിലും പറഞ്ഞോ. ഒരു കാര്യം ചെയ്യ്, താൻ വണ്ടി കയറ്, ഞാൻ തന്നെ വീട് വരെ ആക്കിത്തരാം. അയ്യോ അതൊന്നും വേണ്ട സാർ, വീട്ടിലൊന്നും ആക്കണ്ട. അന്ന് ഷൂട്ടിംഗ് നടന്ന അമ്പലമില്ലേ, അവിടെ ഒന്ന് ആക്കിത്തരാൻ പറ്റുമോ? അതിനെന്താ, ഇയാൾ വന്ന് വണ്ടി കയറ്. അങ്ങനെ രാധിക വണ്ടിയിലൊക്കെ കയറുവാണ്ടോ. എന്നിട്ട് ടെൻഷനോട് കൂടെ ചുറ്റും ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ ജീവ പറയണേ, എടോ താൻ ഇനി ടെൻഷനാവണ്ട. പിന്നീട് കാണിക്കുന്നത് ബാൽക്കണിയിൽ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന പ്രിയങ്കേനെയാണ് കേട്ടോ. ഈ സമയം വരൻ അങ്ങോട്ടേക്ക് എത്തുവാണ്. അങ്ങനെ പ്രിയങ്ക തിരിഞ്ഞു നോക്കുമ്പോൾ ബാക്കി വന്ന് നിൽക്കുന്ന വരനെ കാണുവാണ് കേട്ടോ. വരണോ? എന്താ വരും? അന്നേരം വരൻ ചിരിച്ചുകൊണ്ട് ചോദിക്കണേ, പല കാര്യങ്ങളും ഒളിപ്പിച്ച് വെക്കാൻ ശ്രമിക്കുന്നവരോട് ചോദിച്ചിട്ട് കാര്യമില്ലെന്നറിയാം, എന്നാലും ചോദിക്കുക. ഇന്നിവിടെ ആരെങ്കിലും വന്നായിരുന്നോ? ആര് വരാനാ? ഇപ്പം ഞാൻ ഇവിടെ ഒറ്റക്കല്ല നിൽക്കുന്നത്. ഞാൻ ബാൽക്കണിയിൽ ആരെങ്കിലും വന്നോന്നല്ല ചോദിച്ചത്. ഈ വീട്ടിൽ ഇന്ന് ആരെങ്കിലും വന്നോന്നാ? ഏതെങ്കിലും പെൺകുട്ടി? ഇവിടെ ആരും വന്നിട്ടില്ല.
എന്താ വരുൺ അങ്ങനെ ചോദിച്ചത് എന്ന് പ്രിയങ്ക ടെൻഷനോട് കൂടി ചോദിക്കുക. അന്നേരം വരുൺ പറയണേ, ഒന്നുമില്ല. അല്ല, ഇന്ന് ഉണ്ടാക്കിയ സദ്യ ഉണ്ടല്ലോ, അത് ശരിക്കും താൻ തന്നെ ഉണ്ടാക്കിയതാണോ അതോ മറ്റാരെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവന്നതാണോ? അത് കേട്ടിട്ട് പ്രിയങ്ക പറയണേ, വരുൺ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? വരുൺ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണത്തെക്കുറിച്ച് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എത്ര സന്തോഷമെന്നറിയോ? അങ്ങനെ ഞാൻ സന്തോഷത്തിരിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ചോദ്യം ചോദിക്കില്ല വരുൺ, എനിക്കത് ഒത്തിരി സങ്കടമാകും. ഇങ്ങനെയാണെങ്കിൽ വരുൺ ഡൈനിങ് ടേബിളിൽ വെച്ച് അത്തരം വാക്കുകളൊന്നും പറയണ്ടായിരുന്നു. ഈ സമയം വരുൺ പറയണേ, ഓ ശരി ശരി. അല്ല, ആ സദ്യകളൊക്കെ ഒന്നുകൂടി ഇപ്പം തനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അത് കേൾക്കുമ്പോൾ പ്രിയങ്ക അങ്ങ് ഞെട്ടിപ്പോകുവാണ് കേട്ടോ. എനിക്കതിൽ ആ ഹൽവ ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താൻ ഇപ്പം തന്നെ വാ, നമുക്ക് രണ്ടാൾക്കും കൂടി ഒന്നിച്ച് അടുക്കളയിൽ നിന്നുണ്ടാക്കാം. എനിക്കിതുപോലെ പാചക കാര്യങ്ങളൊക്കെ അറിയാനേ ഭയങ്കര താല്പര്യമുണ്ട്. താൻ വാ, നമുക്കിപ്പം തന്നെ പോകാം. അല്ല വരും, ഞാൻ വരുണിന് പിന്നെ ഉണ്ടാക്കി തരാം. അത് പറഞ്ഞാൽ പറ്റില്ല, എനിക്കിപ്പോൾ വേണം, താൻ വന്നേ എന്ന് പറഞ്ഞ് പ്രിയങ്കയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുമായിരിക്കും. ഈ സമയം ഈ കാഴ്ച കണ്ട് മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുവാണ് കേട്ടോ. മുത്തശ്ശിക്ക് അത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമാകുക. മുത്തശ്ശി നാണത്തോട് ചോദിക്കണേ, അല്ല എനിക്കങ്ങോട്ട് വരാമോ? ആ വരാമല്ലോ മുത്തശ്ശി, അതിനെന്താ എന്ന് പറഞ്ഞ് വരുൺ വിളിക്കുവാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശി ചോദിക്കണേ, അല്ല എന്തായിരുന്നു ഇവിടെ? അന്നേരം പ്രിയങ്ക പറയണേ, അത് പിന്നെ മുത്തശ്ശി, ഞാൻ ഉണ്ടാക്കിയ ഹൽവ വരുണിന് ഒത്തിരി ഇഷ്ടമെന്ന്, അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ള റെസിപ്പി പറഞ്ഞു കൊടുക്കണമെന്ന് വരുൺ പറയുമായിരുന്നു. അതേക്കും മുത്തശ്ശി പറയണേ, ആ ഇക്കാര്യം പത്മിനിയും കുറച്ച് മുമ്പ് എന്നോട് പറഞ്ഞേ ഉള്ളൂ. മോളുണ്ടാക്കിയ ഭക്ഷണം പത്മിനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, അതിൻ്റെ കൂട്ടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണമെന്ന്. അന്നേരം പ്രിയങ്ക പറയണേ, അതിനെന്താ, എല്ലാവർക്കും കൂടി ഒരുമിച്ചൊരു ദിവസം പറഞ്ഞു തരാം ഞാൻ. ഈ സമയം മുത്തശ്ശി പറയണേ, കേട്ടില്ലേടാ നീ, ഇക്കാലത്തെ പെൺകുട്ടികളെ എന്തെങ്കിലും അടുക്കളയിൽ പോയി ഉണ്ടാക്കിയ അതിന് 100 കുറ്റം കണ്ടുപിടിക്കും. എന്നാൽ ഇവിടെയുള്ള എല്ലാവരും പ്രിയങ്ക മോളെ പുകഴ്ത്തുകയാണ് ചെയ്തത്. ഇതുപോലൊരു കുട്ടിയെ കിട്ടിയത് നിന്റെ ഭാഗ്യമാണ്. അന്നേരം വരുൺ പറയണേ, ആ ഈ ഭക്ഷണമെല്ലാം പാചകം ചെയ്ത ആളെ സ്നേഹിക്കാൻ എനിക്കും തോന്നുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് വരനകത്തേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശി സന്തോഷത്തോടെ പറയണേ, കേട്ടില്ലേ മോളെ, നിന്നെ വേണ്ടാന്ന് പറഞ്ഞാൽ അവൻ തന്നെ ഇപ്പോൾ മാറ്റി പറഞ്ഞത് കണ്ടില്ലേ, എല്ലാം നിൻ്റെ മിടുക്ക. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശിയും അവിടെ നിന്ന് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിലെത്തുന്ന ജീവേനെയും രാധികേനെയുമാണ് കേട്ടോ. അങ്ങനെ രാധിക കാറിൽ നിന്നിറങ്ങി ജീവയുടെ നന്ദിയൊക്കെ പറയുവാണ്. രാധിക അങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ ജീവ പറയണേ, രാധിക നിൽക്ക്, മുമ്പൊരിക്കൽ ഞാനൊരു കാര്യം രാധികയോട് പറഞ്ഞിരുന്നില്ലേ, അതിൻ്റെ മറുപടി അപ്പം ചോദിച്ചറിയാൻ പറ്റിയില്ല. അന്ന് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇന്നെനിക്ക് അതിൻ്റെ മറുപടി തൻ്റെ നാവിൽ തന്നെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഈ സമയം രാധിക പറയണേ, സോറി സാർ, സാറിൻ്റെ സാഹചര്യവും ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടുമൊക്കെ അറിയാത്തതുകൊണ്ടാണ് സാറ് അങ്ങനെ ഒരു കാര്യം എന്നോട് ആവശ്യപ്പെട്ടത്. പുറമേ കാണുന്നവർക്ക് തോന്നും എനിക്കെല്ലാവരും ഉണ്ട്, ഞാൻ ഒത്തിരി സന്തോഷത്തിലാണ് ജീവിക്കുന്നതെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമല്ല. ഞാനെന്താണെന്നും എൻ്റെ അവസ്ഥ എന്താണെന്നും സാറ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ സാറിനും മാറ്റം ഉണ്ടാകും. പിന്നീട് സാർ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കില്ല. അങ്ങനെ പറഞ്ഞ് രാധിക പോകാൻ തുടങ്ങുമായിരിക്കും. അന്നേരം ജീവ പറയണേ, രാധിക നിൽക്കും, തൻ്റെ സാഹചര്യം എന്തു തന്നെയാണെങ്കിലും അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. എന്നെയും എൻ്റെ സിനിമാ ജീവിതത്തെയും തനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ മറ്റൊന്നും എൻ്റെ മുമ്പിലൊരു വിഷയമേ അല്ല. അന്നേരം രാധിക പറഞ്ഞേ, സാർ അത് വേണ്ട, അതൊന്നും ശരിയാവില്ല സാർ, എന്നെ വിട്ടേക്ക്, ഇനി ഈ കാര്യം എന്നോട് പറയണ്ട സാർ. അന്നേരം ജീവ ചോദിക്കണേ, ശരി, എന്നാൽ മറ്റൊരു കാര്യം ഞാൻ നിന്നോട് ചോദിക്കട്ടെ, താൻ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ? അങ്ങനെ ജീവയുടെ ആ ചോദ്യം കേൾക്കുമ്പോൾ എന്തുത്തരം പറയണമെന്നറിയാതെ ഒരു നിമിഷം സ്റ്റക്കായി നിൽക്കുവാണ്ടോ രാധിക. അങ്ങനെ നിൽക്കുന്ന രാധികയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലെയുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്